ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 49, പേജ് നമ്പർ 614. മാതേ വ്യഥാ മാ ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃങ്മമീദം വ്യപേദഭിഃ പ്രീതമനഃ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. പദാനുപദം. മേ എൻ്റെ, ഈ ദൃക്ക് ഈ വിധത്തിലുള്ള, ഇതം ഘോരം ഈ ഘോരമായ, രൂപം രൂപത്തെ, ദൃഷ്ട്വാ ദർശിച്ചിട്ട്, തേ നിനക്ക്, വ്യഥ ദുഃഖം, മാ അസ്തു ഭവിക്കേണ്ട, വിമൂഢഭാവഃ ച മോഹവും മാ അസ്തു ഭവിക്കേണ്ട, വ്യപേദഭിഃ ഭയഹീനനായി, പ്രീതമാനഃ പ്രീതമനസ്സായി, ത്വം നീ, പുനഃ വീണ്ടും, മേ എൻ്റെ, ഇദം ഈ, തദ്രൂപം ഏവ ആ രൂപത്തെ തന്നെ, പ്രപശ്യ ദർശിക്കുക. വിവർത്തനം. എൻ്റെ ഈ ബീഭത്സരൂപം കണ്ടിട്ട് നീ അസ്വസ്ഥനാവുകയും സംഭ്രാന്തനാവുകയും ചെയ്തു. അത് ഇതോടെ തീരട്ടെ. എൻ്റെ ഭക്തനായ നീ ഇനി സ്വസ്ഥത കൈവരിക്കൂ. ശാന്തമനസ്കനായി നിനക്കിപ്പോൾ നീ ആഗ്രഹിക്കുന്ന രൂപം കാണാം. ഭാവാർത്ഥം. ഭഗവത്ഗീതയുടെ പ്രഥമാധ്യായത്തിൽ തൻ്റെ ആരാധ്യരായ മുത്തച്ഛനെയും ഗുരുവിനെയും ഭീഷ്മരും ദ്രോണരും കൊല്ലേണ്ടിവരുമെന്നതിനെ പറ്റിയായിരുന്നു അർജുനന് ഖേദം. പിതാമഹനെ ഹിംസിക്കുന്ന കാര്യത്തിൽ ഭയക്കേണ്ടതില്ലെന്നും ദുര്യോധനാദികൾ കുരു സദസ്സിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ഭീഷ്മരും ദ്രോണരും നിശബ്ദരായിരുന്നതുകൊണ്ട് തന്നെ സ്വകർത്തവ്യം നിറവേറ്റാതിരുന്ന ആ ഗുരുജനങ്ങൾ വധ്യരാണെന്നും കൃഷ്ണൻ പറഞ്ഞു. നീതിക്ക് നിരക്കാത്ത കർമ്മം ചെയ്തതിനാൽ അവരെല്ലാം മുമ്പു തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ തൻ്റെ വിശ്വരൂപം അർജുനന് കാട്ടിക്കൊടുത്തതും. ഭക്തന്മാർ എപ്പോഴും സമാധാനപ്രിയരായിരിക്കും. അവർക്ക് ഭീകര കർമ്മങ്ങൾ ചെയ്യാൻ പ്രയാസമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വിശ്വരൂപം കാണിച്ചത്. ഈ ഉദ്ദേശ്യവും വെളിവാക്കി കഴിഞ്ഞു.
അർജുനൻ പിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട ചതുർഭുജ രൂപവും കൃഷ്ണൻ കൈക്കൊള്ളുന്നു. ഒരു ഭക്തന് വിശ്വരൂപ ദർശനത്തിൽ താൽപ്പര്യമില്ല. അത് ഒരാളിൽ പ്രേമഭാവനകൾ കൈമാറുവാൻ സഹായകമല്ല. ഭക്തന് വേണ്ടത് തൻ്റെ ആരാധനാഭരിതങ്ങളായ വികാരങ്ങളെ ഭഗവാന് നിവേദിക്കലോ പ്രേമപൂർവം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കത്തക്കവണ്ണം ദ്വിഭുജമായ ശ്രീകൃഷ്ണ രൂപം ദർശിക്കലോ ആണ്. ഹരേ കൃഷ്ണ.